കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ രഞ്ജിതയാണെങ്കിൽ വളരെ വിഷമത്തിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പം അരവിന്ദൻ അവിടെ വരുന്നുണ്ട്. രഞ്ജു, ദേ താൻ വിചാരിച്ചതുപോലെ തന്നെ സുമിത്രയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് തനിക്കെതിരെ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അപ്പം താനൊരു കാര്യം മനസ്സിലാക്കിക്കോ, സരസ്വതി അമ്മ പറഞ്ഞത് വെച്ചാണെങ്കിൽ രോഹിത്തിന്റെ ആ ഒരു ഡയറി, അതിൽ നിന്ന് തന്നെയാണ് രഞ്ജിത താനും രോഹിത്തും തമ്മിൽ കണ്ട ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് എന്നുള്ള ആ ഒരു സത്യം അതിങ്ങനെ തുറന്നു പറയാണ്. അപ്പോഴാണ് രഞ്ജിതയ്ക്കാണെങ്കിൽ പറ്റിയ ആ ഒരു അബദ്ധം പിടികിട്ടുന്നത്. എന്റെ അരവിന്ദേട്ടാ, നിങ്ങൾ വളഞ്ഞു മൂക്കെ പിടിക്കാതെ ശരിക്കും കാര്യം എന്താന്ന് വെച്ചാൽ പറയുമ്പം അരവിന്ദൻ പറയുന്നുണ്ട്, എടി ഞാൻ ആ സരസ്വതി അമ്മയെ പോയെന്ന് സോപ്പിട്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് എന്തോ ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞപ്പം ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അന്നേരമാണ് സരസ്വതി അമ്മ പറഞ്ഞത് രോഹിത്തിന്റെ ആ ഒരു ഡയറി അത് സുമിത്രയുടെ കൈവശം കിട്ടിയെന്നും അതുവഴി എന്തൊക്കെയോ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ അവളുടെ കയ്യിൽ കിട്ടിയതായിട്ടാണ് അവളും പൂജയും കൂടി സംസാരിച്ചത് എന്നൊക്കെയാണ്. പക്ഷെ എത്ര തപ്പിയിട്ടും ആ ഒരു ഡയറി മാത്രം എനിക്ക് കിട്ടിയില്ല. ഇത് കേട്ട രഞ്ജിത ചോദിക്കുന്നുണ്ട്, അല്ല ആ ഡയറി അതിനെ എവിടുന്ന് കിട്ടാനാണ്? നമ്മൾ ഈ വീട്ടിൽ ഇങ്ങനൊരു സാധനം സൂക്ഷിച്ചു വെച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്നു രഞ്ജു, ഒന്നും പറയണ്ട, ആ സ്റ്റോർ റൂമിൽ നിന്നാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇനി എന്നെ കൊല്ലരുത്, ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് അരവിന്ദനാണെങ്കിൽ രഞ്ജിതയോട് കെഞ്ചാണ്. അപ്പൊ രഞ്ജിത പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു മണ്ടനെ കല്യാണം കഴിച്ചതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പറ്റിയ ഒരു അബദ്ധമെന്നും പറഞ്ഞ് ഇങ്ങനെ തലക്ക് കൈ കൊടുത്ത് നിൽക്കുക. ഇനിയിപ്പോ എന്തൊക്കെ വരും? നമ്മുടെ സുമിത്രയാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ രഞ്ജിതയെ ഇനി ഇവിടെ ഓടിക്കാനുള്ള പരിപാടികളെല്ലാം സുമിത്ര ചെയ്യുമെന്നുള്ളത് രഞ്ജിതയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അപ്പൊ രഞ്ജിത ആ ടെൻഷനിൽ നിൽക്കുമ്പോഴും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥനെയാണ്. അപ്പൊ സിദ്ധു ആണെങ്കിലോ തന്റെ അസിസ്റ്റന്റിനോട് സംസാരിക്കുകയാണ്, സാറേ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കേട്ടോ കാര്യങ്ങള്. ആ പരമശിവം ചില്ലറപ്പുള്ളിയൊന്നും അല്ല. അവൻ എത്രയും പെട്ടെന്ന് ഒഴിയുമെന്നൊക്കെ സാറ് പറഞ്ഞെങ്കിലും അവൻ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അവൻ അത്ര പെട്ടെന്നൊന്നും ഒതുങ്ങുന്നവനല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവനെ ഒതുക്കാനുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ അവനോട് നയത്തിൽ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചിട്ട് അവന് അത് മനസ്സിലാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെതിരെ ഞാൻ നിയമപരമായിട്ട് നീങ്ങുമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ സെക്രട്ടറി പറയുന്നുണ്ട്, സാറേ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ സാറിനെ തട്ടിക്കളയാനുള്ള അത്ര സെറ്റപ്പ് അവനുണ്ട്. ആ കാര്യമൊന്നും സാറ് മറന്നു പോകരുതെന്ന് പറയാണ്. എനിക്കറിയാം, പരമശിവം കൊണ്ടും കൊടുത്തും ഒക്കെ തന്നെയാണ് ഇത്രയധികം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം. അവൻ എന്നെയും പറ്റിച്ചതാണ്. അതിനുള്ള തെളിവുകളെല്ലാം എന്റെ പക്കലുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും, അല്ല സാറേ, സാർ എന്തായാലും സാറിന്റെ അമ്മയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സിദ്ധു പറയുന്നുണ്ട്, ശരി തന്നെയാണ്, എനിക്ക് എന്തായാലും ഇനി അവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അറിയേണ്ടുന്നത്. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് പോവാന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവരെ എവിടെയൊക്കെയോ പോവാനുള്ള ഒരു പുറപ്പാടിൽ അങ്ങനെ യാത്രയാകുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ സരസ്വതി അമ്മയ്ക്ക് വയ്യ എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞുകൊണ്ട് ശീതളാണെങ്കിൽ ഇതാ സരസ്വതി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് രഞ്ജിതയുടെ വീട്ടിലെത്തുകയാണ്. അപ്പൊ രഞ്ജിതയുടെ വീട്ടിലെത്തുന്ന സമയത്താണെങ്കിലോ രഞ്ജിതയാണ് ശീതളിനെ വെൽക്കം ചെയ്യുന്നത്. രഞ്ജിത പറയുന്നുണ്ട്, അല്ല നീ എന്താണ് ഇങ്ങോട്ട് വന്നത്? അത് എന്റെ അച്ഛമ്മയ്ക്ക് സുഖമില്ലെന്ന് അച്ഛമ്മ വിളിച്ച് പറഞ്ഞു. ആഹാ, അച്ഛമ്മയെ നോക്കാൻ നിന്റെ അമ്മയും ഉണ്ട്. ഇതെന്താണിത്? എല്ലാരും കൂടി ഇവിടെ കയറി താമസത്തിന് വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആന്റി, ഞാൻ എന്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ എന്റെ അച്ഛമ്മയെയും കാണണം. അവരെ കണ്ടതിന് ശേഷം ഞാൻ തിരികെ പോയിക്കോളാന്നും പറഞ്ഞ് ശീതളാണെങ്കിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, മോളെ ബാ, അമ്മ കാണിച്ചു തരാം, അച്ഛമ്മയുടെ കാലിന് വയ്യാതെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശീതളിനെ സുമിത്രത സരസ്വതി അമ്മയുടെ അടുത്ത് എത്തിക്കുകയാണ്. സരസ്വതി അമ്മയാണെങ്കിൽ തന്റെ കൊച്ചുമകളെ കണ്ട ആ ഒരു സന്തോഷത്തില്, മോളെ നീ വന്നല്ലോ. അച്ഛമ്മ ഓർത്തിരുന്നത് സച്ചിന്റെ വിടില്ല എന്ന് തന്നെയാണ്. പക്ഷെ സുമിത്ര ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, അച്ഛമ്മയ്ക്ക് വയ്യാതിരുന്നു കഴിഞ്ഞാല് ശീതളിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ശീതൾ ഉറപ്പായിട്ടും വരുമെന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ സുമിത്രത ശീതളിന് കുടിക്കാനുള്ള ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും പിടിക്കാതെ നമ്മുടെ രഞ്ജിത അവിടെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. ഇവള് ഓരോരോ പടിയായി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പം രഞ്ജിതയുടെ ഉള്ളിൽ ഇങ്ങനെ ഇടിവെട്ട് മിന്നുന്നത് പോലെയാണ്. അപ്പൊ അങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് രഞ്ജിത നിൽക്കുമ്പോഴത്തേക്കിനും അരവിന്ദൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം രഞ്ജിതയോട് പറയുന്നുണ്ട്, എന്റെ രഞ്ജു നീ സമാധാനപ്പെട്, നമുക്ക് എന്തേലും ഒക്കെ ഒരു വഴി കണ്ടുപിടിക്കാം. അവൾ എവിടെയാണ് ആ ഒരു ഡയറി പൂത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അരിച്ചു പെറുക്കണം എന്നുള്ള കാര്യം അരവിന്ദനെ ഏൽപ്പിക്കുകയാണ്.
അതെ അരവിന്ദേട്ടാ, നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ മറക്കരുത്. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് ഒന്ന് ഓഫീസിൽ പോകണമെന്നും പറഞ്ഞ് രഞ്ജിത അവിടുന്ന് പോവുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ അരവിന്ദനാണെങ്കിൽ ഇവരമ്മയും മകളും അച്ഛമ്മയും ഒക്കെ കൂടി എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കൂടി നിൽക്കുകയാണ്. അപ്പം അരവിന്ദന്റെ അടുത്ത് സുമിത്ര പറയുന്നുണ്ട്, അരവിന്ദ ദാ അങ്ങോട്ട് മാറി നിൽക്കാവോ, ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഇതെന്തൊരു കളിയാണിത്? ഇത് എന്റെ വീടല്ലേ, എന്റെ വീട്ടിൽ എനിക്ക് എവിടെ വേണേലും നിൽക്കാമല്ലോ. അരവിന്ദ, നിന്റെ വീടാകുന്നതിന് മുന്നേ ഇത് എന്റെ വീടായിരുന്നു, ആ കാര്യം നിങ്ങൾ മറക്കണ്ടെന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ അരവിന്ദൻ അവിടെ നിന്ന് ചൂല് പോലെ അങ്ങ് പോവാണ്. കാര്യം അരവിന്ദൻ ഇനി ഒന്നും തന്നെ പറയാനില്ലല്ലോ. രഞ്ജിതയുടെ തണലിലാണ് അരവിന്ദൻ ആ വീട്ടിൽ വിലസുന്നത് എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം. അപ്പൊ സുമിത്ര പറഞ്ഞതും പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ഇവര് അമ്മയും മോളും കൂടി സംസാരിക്കുന്നതിനിടക്കാണെങ്കിൽ, മോളെ സച്ചിനിപ്പോ എങ്ങനെയുണ്ട്? അമ്മേ, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അമ്മയോട് ഞാനിപ്പോ സംസാരിക്കുന്നത് എനിക്ക് അമ്മയോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷെ ആ ഒരു കാര്യം അമ്മ ഒരിക്കലും സച്ചിനെതിരെയുള്ള ഒരു ആയുധമാക്കി പ്രയോഗിക്കരുത് എന്നുള്ള കാര്യം ശീതൾ ഇങ്ങനെ സുമിത്രയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, മോളെ അമ്മ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക്. നീ എന്തിന്റെ ടാബ്ലറ്റ് ആണ് ഇത്രയും കാലവും കഴിച്ചിരുന്നത് എന്നുള്ള കാര്യം നീ എപ്പോഴെങ്കിലും സച്ചിനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു വലിയ രഹസ്യം നമ്മുടെ ശീതള തിരിച്ചറിയുന്നത്. ഇത്രയും കാലം കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ആ ഒരു ഗുളികയാണ് സച്ചിൻ തന്ത്രപൂർവ്വം ശീതളിനെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ആ ഒരു സത്യം. അതും തന്നെ അമ്മ പറയുമ്പോഴാണ് ഈ ഡീറ്റെയിൽസ് മുഴുവനും അറിയുന്നത്. മോളെ, നിന്റെ വീട്ടിൽ ഞാൻ അന്ന് വന്ന സമയത്താണെങ്കിൽ നിന്റെ ഭർത്താവ് വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. നിന്നെ കാണണമെങ്കിൽ ഞാൻ അവന്റെ അനുവാദം വാങ്ങണമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പക്ഷെ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ നിന്റെ അമ്മയ്ക്ക് സാധിക്കില്ലല്ലോ. അവിടെ നിന്നും കണ്ടെത്തിയ പല കാര്യങ്ങളും, അവൻ ഒരുപാട് ടാബ്ലറ്റ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഞാൻ കണ്ടെത്തിയിരുന്നു. അതിൽ കുറച്ച് ടാബ്ലറ്റുകളെല്ലാം എടുത്ത് ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ വിദഗ്ധ പരിശോധനയ്ക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ അറിഞ്ഞതാണ് നീ കഴിക്കുന്ന ഈ ടാബ്ലറ്റുകൾ അത് വൈറ്റമിൻ ടാബ്ലറ്റ് ഒന്നും അല്ല. ഇതുപോലെ നീ ഒരു കാലത്തും അമ്മയാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവൻ നിന്നെ കൊണ്ട് ഈ ഒരു ഗുളിക കഴിപ്പിക്കുന്നത് എന്നുള്ള സത്യം പറയുമ്പോൾ ശീതളാണെങ്കിലോ തന്റെ സച്ചിന്റെ ഭാഗത്തു നിന്നും ഇത്രയും വലിയൊരു കാര്യമാണ് ഉണ്ടായതെന്നൊന്നും ശീതളിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ശീതള അമ്മ, ഇനിയും ഞാൻ അധിക സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പോയിക്കോട്ടെ എന്നും ചോദിച്ച് അച്ഛമ്മയോടും ഒക്കെ യാത്ര ചോദിച്ച് നമ്മുടെ ശീതൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ അരവിന്ദൻ അവിടെ അങ്ങനെ ഉമ്മറത്ത് വിലസുകയാണ്. ശീതൾ എന്തായാലും അവിടുന്ന് പോയി. അതിന് ശേഷമാണെങ്കിൽ സിദ്ധാർത്ഥും ആ ഒരു സെക്രട്ടറി ഒക്കെ കൂടി ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയത് നമ്മുടെ രഞ്ജിതയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അപ്പൊ അത് രഞ്ജിതയാണ് ഇപ്പൊ അവിടെ താമസിക്കുന്നത് എന്നൊന്നും നമ്മുടെ സിദ്ധാർത്ഥൻ അറിയില്ല. സിദ്ധാർത്ഥ് വിചാരിച്ചിരിക്കുന്നത് സുമിത്രയാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടാണ്. അപ്പം രോഹിത്തിന്റെയും സുമിത്രയുടെയും വീടായിരുന്നല്ലോ അത്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് സിദ്ധാർത്ഥൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ സിദ്ധുവിനെ കണ്ട പാടെ തന്നെ നമ്മുടെ അരവിന്ദനാണെങ്കിൽ, ഈശ്വര, ഇയാളിത് എവിടുന്ന് അവതരിച്ചു, ഇയാളിത് എപ്പോ നാട്ടിലെത്തി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. സിദ്ധാർത്ഥനെ കണ്ട അരവിന്ദന്റെ ഈ ഒരു പരിങ്ങലും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കിനും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. താനാരാ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കാനായിട്ട്? ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥനാണെന്ന് പറയുമ്പോഴത്തേക്കിനും, അല്ല ഇത് സുമിത്രയുടെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. സുമിത്രയോ? ഏത് സുമിത്ര എന്ന് ചോദിക്കുമ്പം നമ്മുടെ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ സിദ്ധുവിന്റെ സൗണ്ട് കേട്ടതും പിടികിട്ടി. ഇതെന്റെ സിദ്ധാർത്ഥന്റെ സൗണ്ട് അല്ലേ, ഇവൻ എങ്ങനെ ഇവിടെ എന്നുള്ള രീതിയിൽ നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ കാല് വയ്യാതെ ഉടായിപ്പെടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ചാടിത്തുള്ളി വന്ന് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതാരാണ് വന്നിരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ സരസ്വതി അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും ആണെങ്കിലോ അരവിന്ദൻ പറയുന്നുണ്ട്, ദേ ഇത് സുമിത്രയുടെ ഒന്നും വീടല്ല, അല്ല ഇത് സുമിത്രയുടെയും രോഹിത്തിന്റെയും വീടായിരുന്നല്ലോ, എവിടെയാണ് അവരെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സിദ്ധു ഇങ്ങനെ ചോദിച്ചതും, രോഹിത് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി, അത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രോഹിത് മരണപ്പെട്ടു എന്നുള്ള ആ ഒരു വിവരം സിദ്ധാർത്ഥൻ അറിയുന്നത്. അപ്പൊ സിദ്ധു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് സുമിത്ര എവിടെയാണ്? സുമിത്രയോ? സുമിത്ര എവിടെയൊക്കെയോ നടക്കുകയാണ്. അപ്പൊ സുമിത്ര ഇപ്പൊ വീട്ടിലുള്ള കാര്യം നമ്മുടെ അരവിന്ദൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഈ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഈ ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അകത്ത് അടങ്ങിയിരിക്കാനും പറ്റുന്നില്ല. പുള്ളിക്കാരി പതിയെ ആ ഒരു കട്ടിലിൽ നിന്നും എഴുന്നേക്കുവാണ്. അല്ല ഇത് എന്റെ മോന്റെ സൗണ്ട് തന്നെയാണ്, എനിക്ക് തെറ്റൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് അങ്ങനെ സരസ്വതി അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്